നിർണായക ഘട്ടങ്ങളിലെല്ലാം സഹായിച്ചിട്ടുള്ളത് NSS ആണെന്ന് തുറന്നു പറയാൻ തനിക്ക് മടിയില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. സനോജ്, ഇന്നത്തെ മന്നം ജയന്തി വാർത്താ പ്രാധാന്യം നേടിയത് തന്നെ രമേശ് ചെന്നിത്തലയെ NSS ക്ഷണിച്ചു എന്നതിലാണ്. VD സതീശൻ അവഗണിച്ചുകൊണ്ട് ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ NSS ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് സുകുമാരൻ നായർ പറഞ്ഞത്, ഒപ്പം ചെന്നിത്തല പറഞ്ഞത്? വർത്തമാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവ വികാസങ്ങളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്നത്തെ മന്നം ജയന്തി ആഘോഷം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവ വികാസമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പ്രധാനം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല എന്ന ആളെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് സുകുമാരൻ നായർ ക്ഷണിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമായും പറയുന്ന ഒരു കാര്യം സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് NSSൻ്റെ ഒരു പരിപാടിയിലേക്ക് ഒരു നായരെ ക്ഷണിച്ചപ്പോൾ അത് വലിയ വിവാദമാക്കുവാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ പ്രധാനപ്പെട്ട വിമർശനം. മറ്റ് സമുദായങ്ങളുടെ പല പരിപാടികളിലും ആ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ അത് ആരും വിവാദമാക്കാറില്ല. NSSൻ്റെ പരിപാടിയിലേക്ക് ഒരു നായരെ ക്ഷണിച്ചപ്പോൾ അത് എല്ലാവരും വിവാദമാക്കിയെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് VD സതീശനായിട്ടുള്ള നായരെ എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ സ്വാഗത പ്രസംഗത്തിലാണ് ഉടുപ്പ് ഊരി ക്ഷേത്രത്തിൽ ധരിക്കുന്ന അനാചാരം ശ്രീനാരായണ ഒരു ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് അനാചാരമാണെന്നും എന്നാൽ ഇത്തരം അനാചാരങ്ങൾ വീണ്ടും എടുത്തണിയാൻ SNDPയിൽപ്പെട്ട ആളുകൾ പോലും തയ്യാറാകുന്നുവെന്നും അത് കാലഹരണപ്പെട്ട ആചാരമാണെന്നും അത് പൊളിച്ചെഴുതണമെന്നുമാണ് സച്ചിദാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ശിവഗിരിയിൽ വ്യക്തമാക്കിയത്. ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സുകുമാരൻ നായർ രംഗത്ത് വന്നത്. ഹിന്ദുക്കളുടെ ആചാരം തീരുമാനിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്, മറ്റു സമുദായങ്ങളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൈകടത്താൻ ഈ സച്ചിദാനന്ദ സ്വാമിക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സച്ചിദാനന്ദ സ്വാമിയുടെ ഈ പരാമർശത്തെ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ പിന്തുണയ്ക്കാൻ പാടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്തായാലും ഈ രണ്ട് സംഭവ വികാസങ്ങൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. മന്നം ജയന്തി ആഘോഷം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ശ്രദ്ധേയമായിട്ടുള്ളതും. സുജു. ശരി, സരോജാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.